മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്വാളിറ്റി ടൈം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും സ്പെൻഡ് ചെയ്യാറുണ്ട്. ബട്ട് അതൊരു വീഡിയോ ആയിട്ട് അങ്ങനെ ഡെയിലി ഇടാറൊന്നുമില്ല. ഇന്ന് എനിക്കെന്തോ അങ്ങനെ ഇടാൻ തോന്നി. ഓരോ ഡേ ഓരോ പോലെയായിരിക്കും. ചിലപ്പോൾ ഗെയിംസ്, ചിലപ്പോൾ റൈഡ്, ചിലപ്പോൾ ഫുഡ്, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ എന്നും. ഇന്നിപ്പോൾ ഇതുപോലൊരു റൈഡാണ് ചൂസ് ചെയ്തത്. എനിക്ക് ഋത്തിക്ക് ഒരുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ നൈറ്റ് റൈഡ് പോകുക എന്നുള്ളത്. ബൈക്ക് റൈഡ് ഞാൻ എപ്പോഴും അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. ബട്ട് നൈറ്റ് ടൈം ഓക്കെയാണ്. ഇന്ന് കുറച്ച് ലോങ് പോയിട്ട് ഒരു ചായ കുടിക്കാൻ തോന്നി. ഈ ഒരു കപ്പ് ചായ കുടിച്ചാൽ ഉണ്ടാകുന്ന ഒരു എനർജി അതൊരു വേറെ തന്നെയാണ്. അന്നത്തെ ഹോൾ ഡേ ഉള്ള സ്ട്രെസ്സിനൊക്കെ ഒരു റിലീഫായിരിക്കും ചായ കുടിക്കുന്നത്. എനിക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട്. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ് പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പോട്ടിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ചായയും പിന്നെ അതുപോലെ ഒരു ബർഗറും. ഹൃത്തിക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ബർഗർ ഓർഡർ ചെയ്തത്. ഞാൻ കുറച്ച് ഡീസൻ്റാണ്, ഇപ്പം ഫുഡൊക്കെ കൺട്രോൾഡാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ പോയ സ്പോട്ടിനൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മളവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ വിമാനം ഇങ്ങനെ ഭയങ്കര സൗണ്ടിൽ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പ്ലെയിൻസ് ഇങ്ങനെ പോകുന്ന ഈ ഒരു കാഴ്ച അത് ഭയങ്കര രസമാണ്. അത് എപ്പോഴും എത്ര കണ്ടാലും മടുക്കാത്തൊരു സംഭവമാണ്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മലപ്പുറത്തിൻ്റെ സ്വന്തം കൊണ്ടോട്ടിയിലേക്കാണ്. കൊണ്ടോട്ടിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ആണെങ്കിലും ഈ ടൗൺ എപ്പോഴും ലൈവായിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു പോക്കറ്റ് പെർഫ്യൂം തേടിയിട്ട് ഒരുപാട് ഷോപ്സിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഒന്നും കിട്ടാത്തത് എനിക്ക് കൊണ്ടോട്ടിയിൽ നിന്ന് കിട്ടി. കോഴിക്കോടും പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് കൊണ്ടോട്ടിയിൽ നിന്ന് എനിക്കത് കിട്ടി. അതിനർത്ഥം അത്രയ്ക്കും ഷോപ്സ് ഉണ്ട് ഇവിടെ. റോഡിൻ്റെ രണ്ട് സൈഡിലും ഷോപ്സാണ്. ഈ ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടേ തിരിച്ചു പോകുള്ളൂ എന്നുള്ളത് ഫോർ ഷുവർ. എന്തോ എനിക്ക് ഇന്നത്തെ ഡേ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ, ഗുഡ് നൈറ്റ്.